എണ്ണക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉണ്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടില്ലത്. അപ്പോൾ ഉണ്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. അപ്പോൾ നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ആട്ടമാവ് എടുത്തിട്ടുണ്ട്. ഒരു 6 അച്ചി ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ഉണ്ടാവും വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത് വെച്ച ആട്ടമാവ് നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് റവ ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 2 നേന്ത്രപ്പഴം, ഈ 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഏലക്കായും കൂടെ മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴം ഞാനും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ പഴം അടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ശർക്കര പാനിയൊക്കെ കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും ഇഷ്ടം പോലെ. ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ട് നന്നായി പാകമായി വന്നുകൊണ്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇതോടെ ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു ചട്ടി വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാക്കി എടുക്കാം. കുറച്ച് കുണ്ടിലൊരു ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഓയിൽ വേണം, മുങ്ങി കിടക്കാനുള്ളത് വേണം. നമ്മൾ മാവ് ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ വെള്ളമൊന്നും തീരെ ഒഴിച്ചിട്ടില്ല. പഴത്തിൻ്റെ ശർക്കര പാനിയുടെയും കൂടിയിട്ടില്ല, നനവ് മാത്രമേ ഉള്ളൂ. നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്കൊരു ചെറിയൊരു ഉണ്ട ഇട്ടു. ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുകൊണ്ട് വെന്ത് കിട്ടും. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നുകൊണ്ട് അപ്പോൾ ഞാൻ മറിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒരു ഭാഗം ബ്രൗൺ കളർ ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം മുരിയാത്ത ഭാഗമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നുകൊണ്ട് അപ്പോൾ നമുക്ക് കോരിയിട്ട് പാത്രത്തിലേക്ക് ഇടാം. രണ്ടാം
രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടയും പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ഉണ്ടമ്പൊരി മുഴുവനായിട്ടും പൊരിച്ചെടുത്തുകൊണ്ട് നല്ല ക്രിസ്പിയാണ്, തിന്നാൻ അതേപോലെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. മുന്നേ വീഡിയോ ഇട്ടതൊക്കെ കാണാത്തവർ കാണുക. പിന്നത് നല്ല ചൂടാണ്, പിടിക്കാൻ പറ്റണില്ല. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഉണ്ടെന്ന്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.